ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇവരെ വെച്ച് ഇതിപ്പോ ഇറക്കാൻ നിങ്ങൾക്ക് ചേട്ടാ, എനിക്ക് ഇവരോട് ഒരു വിരോധവും ഇല്ല. ഇവരിറക്കിക്കോട്ടെ. ഞാൻ പറയുന്ന ഗൈഡ് ലൈനിൽ ഇവരിറക്കുവാണെങ്കിൽ ഇറക്കിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. അതിന് യാതൊരു വിരോധവും ഇല്ല നമുക്ക്. ആ ഗൈഡ് ലൈൻ അങ്ങനെ നിങ്ങൾക്ക് അത് പ്രയാസമായിരിക്കും, അങ്ങനെയാണോ? ഞങ്ങൾ ഇറക്കും. ഇത് ഇദ്ദേഹം ലൈവായിട്ട് ഓരോ ക്ലാസ് ഇറക്കുന്നതും ഇത് പിടിച്ചോട്ടെ, ഞങ്ങൾ ഭംഗിയായിട്ട് ഇറക്കാം. ഒരു പൊട്ടൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കും. ഇദ്ദേഹം പറയുന്ന പൈസ അങ്ങ് കൊടുക്കും. അറിയോ? ഇദ്ദേഹം പറയുന്ന പൈസ അങ്ങനെയാണെങ്കിൽ അതൊരു എഗ്രിമെന്റ് ആക്കാമല്ലോ സജോ ദേവസ്യ. പറയുന്ന പൈസ കൊടുക്കാൻ അവർ തയ്യാറാണ്. പൊട്ടിയാൽ ഇദ്ദേഹത്തിന് സുരക്ഷിതമായി സാധനം കിട്ടിയാൽ പോരെ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞോട്ടെ ചേട്ടാ. ചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ ഇടയിൽ കയറിയോ? കാര്യം ചോദിക്കട്ടെ, അല്ല നമുക്ക് ഈ ലോറിയുടെ ഇവിടുന്ന് ഇല്ല, ഞാനും ചേട്ടൻ തെറ്റിദ്ധരിച്ചപ്പോ ഞാൻ ഇടയിൽ കയറിയോ? സ്റ്റേഷനിൽ പോയി ഞങ്ങൾ പോയപ്പോ ഇവർ അങ്ങനെയല്ല. അല്ല, സ്റ്റേഷനിൽ മരട് സ്റ്റേഷനിൽ ഞങ്ങൾ എസ് ഐയോട് സംസാരിച്ചാണ് ഇത് പൊട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യണം. അപ്പൊ അവര് ഞങ്ങളോട് പറഞ്ഞ എസ് ഐയുടെ മുന്നിൽ എന്ന് പറഞ്ഞത് 1-2 പൊട്ടും, ടൈലും ഗ്ലാസ്സിൽ പൊട്ടും, അതിൽ ഞങ്ങൾ നഷ്ടം സഹിക്കില്ല എന്നാണ്. അപ്പൊ ഞങ്ങൾ സഹിക്കണോന്നാണ് ഞങ്ങൾ ചോദ്യം. ഇപ്പൊ ഇവരിവിടെ നിങ്ങൾ മീഡിയക്കാർ വന്നപ്പോ നിങ്ങളെ മീഡിയയുടെ പ്രസൻസില് ഇവരിപ്പോ പറയുന്നത് ഇവർ പറയുന്നത് അവര് തരുന്നതാണ്. നേരത്തെ അങ്ങനെയല്ല പറഞ്ഞത്. എസ് ഐയുടെ മുന്നിൽ ചേട്ടാ എനിക്ക് നുണ പറയേണ്ട ആവശ്യമില്ല ചേട്ടാ, ഞാൻ കഷ്ടപ്പെട്ട് തന്നെയാ ഇവിടെ വരെ എത്തിയത്. ഇതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഷ്ടപ്പെട്ട് തന്നെയാ ചേട്ടാ. ഞങ്ങളാരും പൈസ ഞങ്ങളാരും യൂസഫ് അലിയുടെ പോലെ വലിയ ബിൽഡേഴ്സ് ഒന്നല്ല. ഇവര് ലോറിയിൽ നിന്ന് താഴെ ഇറക്കി വെക്കുള്ളൂ. അവിടെ നിന്ന് ഞങ്ങളുടെ ആൾക്കാർ ഇറക്കി അകത്ത് കയറ്റണം. അപ്പൊ കയറ്റുമ്പോ ഇവർക്ക് ബുദ്ധിമുട്ടില്ല. സാറേ, ഞങ്ങള് ഭംഗിയായിട്ട് ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ ചെയ്തു കൊടുക്കും. സ്റ്റേഷനിൽ ഞാൻ ഉണ്ടായിരുന്നതാ. അന്ന് ഞാൻ പോയാളാ. ചേട്ടനുണ്ട്. ഈ ചേട്ടൻ അവിടെ വന്നിട്ട് പോലുമില്ല. ഫസ്റ്റ് ഡേ ഈ ചേട്ടൻ വന്നിട്ട് പോലുമില്ല. പിന്നെയാണ് കഥ പറയണത്. ഞങ്ങൾ ചൂടായി പറയുന്നത്. അദ്ദേഹം പറയുന്ന നഷ്ടപരിഹാരം ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അത് പറഞ്ഞില്ലത് അറിയാവോ? ഞങ്ങൾ ഡിമാൻഡ് പറയാം. ഗ്ലാസ് ഇറക്കി അകത്തെടുത്ത് വെച്ച് തരണം. പ്ലസ് സിസ്റ്റമാറ്റിക് ആയിട്ട് സാധനം ഹാൻഡിൽ ചെയ്യണം. ഷൂ ഇട്ട് ഗ്ലാസ് ക്യാച്ചർ വെച്ചിട്ട് അകത്തെടുത്ത് വെച്ച് തരണം. ഞങ്ങൾ റെഡിയായി. ഇപ്പം ഡീൽ ക്ലോസ് ചെയ്യാം. ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇവിടെ ഇറക്കി വെച്ചിട്ട് ഞങ്ങൾ വേറെ പണിക്കാരെ ഇറക്കണം. അപ്പൊ അവരെടുക്കുമ്പോൾ ഇവർക്ക് കുഴപ്പമില്ല. അതെങ്ങനെ ശരിയാവുന്നേ? IT സ്ഥാപനത്തിലേക്ക് ഗ്ലാസ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം. ഇത് തടഞ്ഞ CITU വിദഗ്ധ തൊഴിലാളികൾ തന്നെ ഗ്ലാസ് ഇറക്കണമെന്ന് യുവ സംരംഭകർ ആവശ്യം. യാതൊരു പരിഭവവും നമുക്ക് അവരോടില്ല. അവരിറക്കട്ടെ, സിസ്റ്റമാറ്റിക് ആയിട്ട് രീതിയിൽ ഗ്ലാസ് ഇറക്കിക്കോട്ടെ. നമുക്ക് അകത്ത് എത്തിച്ചേരണം ഗ്ലാസ്. യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾ പറയുന്നതല്ല ചേട്ടാ, കമ്പനീസ് പറയുന്നത്. നിലവിലുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഡോക്യുമെന്റ് പ്രകാരമുള്ള രീതിയിൽ അവർ ഇറക്കിക്കോട്ടെ. നമുക്കൊരു കുഴപ്പമില്ല.